മയക്കുമരുന്നിനിടയാകുന്നതാണ് നമ്മൾ സംസാരിച്ചു വന്നത്. അതിനോട് ഈ പൊതു സമീപനമാണ് എടുക്കേണ്ടത്. അവരെ അതിൽ നിന്ന് മുക്തമാക്കാനുള്ള നടപടികളിലേക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. മുക്തമാക്കുക എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ്. ഒന്ന്, വളരെ അതിർകവിഞ്ഞ് പോയതിന് ചിലപ്പോൾ കേസ് വരും. മറ്റത് ഈ മയക്കുമരുന്നിൽ നിന്ന് മുക്തമാക്കാനുള്ള ഡി അഡിക്ഷൻ സെൻ്ററുകളുണ്ട്, അവരുടെ സഹായം തേടണം. ഈ രണ്ട് നടപടികളാണ് അക്കാര്യത്തിൽ സ്വീകരിക്കുക. അതിനോടൊപ്പം ബോധവൽക്കരണം, അതിൻ്റെ ഭാഗമായിട്ടുള്ള കൗൺസിലേഴ്സ് നല്ല നിലക്ക് ഉപയോഗിക്കാൻ നമുക്ക് കഴിയും. ഈ കൗൺസിലേഴ്സിൻ്റെ കാര്യത്തിൽ തന്നെ നമ്മുടെ അധ്യാപകർക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. ഈ അധ്യാപകരിൽ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ അധ്യാപകരിൽ സ്വയം സന്നദ്ധരാകുന്ന അധ്യാപകർ അവരിൽ ഒരു സെറ്റിനെ ഇതുമായി ബന്ധപ്പെട്ട പരിശീലനം കൊടുക്കണം. സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിശീലനം തന്നെ, ആവശ്യമായ പരിശീലനം ഇതുമായി ബന്ധപ്പെട്ട് നൽകി. പ്രാഥമിക പരിശോധന അവർ നടത്തട്ടെ, പ്രാഥമികമായ ഇടപെടൽ നടത്താൻ കഴിയുന്നവർ അവരാണല്ലോ. അതിനുശേഷം മതി മറ്റ് കൗൺസിലേഴ്സിനെടുത്ത് വിടൽ. അപ്പോൾ ആ തരത്തിലൊരു നടപടി ആ കാര്യത്തിൽ സ്വീകരിക്കാൻ പറ്റും. അങ്ങനെ വന്നാൽ നമുക്ക് സ്കൂളിൻ്റെ വിദ്യാലയങ്ങളുടെ കാര്യത്തിലുള്ള ശക്തമായ ഇടപെടൽ ഉറപ്പാക്കാൻ സാധിക്കും. അത് ഒരു ഭാഗം. മറ്റേ ഇതിനകത്തും ഈ കുട്ടി ഏതാണ്, ഏത് കുടുംബത്തിലാണ്, ഏത് ജാതിയിലാണ്, ഏത് മതത്തിലാണ്, ഏതെങ്കിലും രാഷ്ട്രീയ ചായ്വുള്ളതാണോ, ഇതൊന്നും പരിശോധിക്കേണ്ട കാര്യമില്ല. ആ കുട്ടി ഇതിനിരയായി പോയിരിക്കുന്നു. ആ കുട്ടിയെ മുക്തമാക്കുക എന്നുള്ളതാണ് വേണ്ടത്. എനിക്ക് പൊതുസമൂഹത്തോടുള്ള ഒരു അഭ്യർത്ഥന, രാഷ്ട്രീയ പാർട്ടികളോടുമുള്ളൊരു അഭ്യർത്ഥന, രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സംഘടനകളോടുമുള്ള അഭ്യർത്ഥന, രാഷ്ട്രീയമായ ചേരിതിരിവിൻ്റെ ഭാഗമായി പരസ്പരം കുറ്റപ്പെടുത്താനും മത്സരിക്കാനും ഒക്കെ മറ്റൊട്ടേറെ രംഗങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പേര് പറഞ്ഞ് ആ കുട്ടി ഇന്നതാണ്, ഇന്നേ സംഘടനയുടെയാണ് എന്ന് പറഞ്ഞ് ആ ഒരു പ്രചരണ രീതിയിലേക്കല്ല നമ്മൾ പോകേണ്ടത്. ആ കുട്ടിയെ മുക്തരാക്കലാണ് പ്രശ്നം. അത് ഏത് കുട്ടിയോ ആവട്ടെ, ഏത് സംഘടനയിൽപ്പെട്ട കുട്ടിയോ ആവട്ടെ. അപ്പോൾ ആ സംഘടനയ്ക്കെതിരായിട്ടുള്ള സംഘടനകൾ ആ സംഘടനയുടെ ആളാണെന്ന് പറഞ്ഞ് സംഘടനയാകെ അങ്ങനെ ചിത്രീകരിക്കേണ്ട കാര്യമില്ല. ഒരു സംഘടനയും നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങളെ അംഗീകരിക്കുന്നവരല്ല യഥാർത്ഥത്തിൽ. എന്നാൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ എല്ലാറ്റിലും മനുഷ്യരാണുള്ളത്. ആ മനുഷ്യരിൽ ചില തെറ്റുകളൊക്കെ ചെയ്തു എന്ന് വരും, ചിലപ്പോൾ ഇതിനിരയായി എന്നും വരും. ആ ഇരയാവുന്നവരെ മുക്തമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതാണ് മയക്കുമരുന്നിൻ്റെ കാര്യത്തിലുള്ള ഒരു അടിസ്ഥാന നിലപാട്. അതേസമയം നിങ്ങൾ മറ്റതും ചേർത്ത് പറഞ്ഞ് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് ഇതൊന്നും ബാധകമല്ല. കുറ്റകൃത്യങ്ങൾ ചെയ്താൽ കർക്കശ നടപടികളിലേക്ക് പോലീസ് കടക്കും. അതിന് ആര് കുറ്റം ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടല്ല. ആർക്കും അതിൻ്റെ കാര്യത്തിൽ സംരക്ഷണമില്ല. എല്ലാവർക്കും ഒരേ സംരക്ഷണമേ ഉള്ളൂ. ആ സംരക്ഷണം എല്ലാവർക്കും ലഭിക്കും. തെറ്റിനെതിരെയുള്ള നടപടി എല്ലാവർക്കും എതിരെ ഉണ്ടാകും. അതിൽ ഒരു രാഷ്ട്രീയവും അതിന് ബാധകമല്ല. അതാണ് ആ കാര്യത്തിൽ സ്വീകരിക്കുന്ന നില.